നമസ്കാരം വ്യൂവേഴ്സ്, സർവീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മിൽമ പ്രീമോസ് കഫേയിലാണ്. ഇത് ഇന്ത്യയിലെ തന്നെ മിൽമയുടെ ആദ്യത്തെ പ്രീമിയം കഫേയാണ്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനോഗ്രേഷൻ ഡേ തന്നെ വന്ന് നമ്മൾ ഒരുപാട് അടിപൊളി ഡെസേർട്ട്സ് ട്രൈ ചെയ്തു. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് ഇവിടെ വന്നിട്ട് ഇവരുടെ മൊമോസ് ഞാൻ എന്തായാലും ട്രൈ ചെയ്യുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്കാം. നമുക്ക് എന്തായാലും അകത്ത് പോയി എന്തൊക്കെയാണ് ഇവിടെ മൊമോയിലെ സ്പെഷ്യാലിറ്റീസ് അതെല്ലാം ട്രൈ ചെയ്യാം. പിന്നെ അന്ന് ട്രൈ ചെയ്യാതെ വിട്ടുപോയ കുറച്ച് ഡെസേർട്ട്സ് ഉണ്ട്, അത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. അന്ന് ഇനോഗ്രേഷൻ വന്നപ്പോൾ നമ്മൾ ഇരുന്ന അതേ ടേബിളിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. മെനു കിട്ടി. കഫേ അത്യാവശ്യം എം ടി ആണ്. സോ വേറെ വോയിസ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ, പ്ലീസ്, അതൊരു റിക്വസ്റ്റാണ്. സോ മെനു നമുക്ക് നോക്കാം. മെനുവിനകത്ത് നിന്ന് ഇപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നത് മൊമോസ് തന്നെയാണ്. സ്റ്റീംഡ് ഫ്രൈഡിൽ 1, 2, 3, 4, 5, 6, 7, 8 ടൈപ്പ്. അതിൽ ലാസ്റ്റത്തെ കോംബോസാണ്. അപ്പോൾ ഞാനൊരു വെജ് മൊമോയുടെ കോംബോ ആണ് പറഞ്ഞിരിക്കുന്നത്. SP കോംബോ, സ്പെഷ്യൽ കോംബോ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള എല്ലാ ഫ്ലേവറിൻ്റെയും ഓരോന്ന് വീതം കിട്ടുമെന്നാണ്. ഇവിടുത്തെ സർവീസിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, എക്സ്ട്രീംലി ക്വിക്കാണ്. അന്നും ഞാനത് നോട്ടീസ് ചെയ്തു. ഓർഡർ ചെയ്തൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം കിട്ടി. ഇത് 6 ഫ്ലേവർ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. ഇത് ഏതൊക്കെയാണെന്നുള്ളത് കഴിച്ച് നോക്കിയാലേ അറിയൂ. ഇതിൽ പെരിപ്പെരി ഉണ്ട്, തായ് ഹണി, ശ്രീരാച്ച, ബാർബിക്യൂ സ്മോക്കി, പിന്നെ പോപ്കോൺ, ചീസി പോപ്കോൺ, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്ക് അത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്രഞ്ചി അല്ലെങ്കിൽ ക്രിസ്പി പോപ്കോൺ മൊമോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ഇത് ഫ്രൈഡ് മൊമോയുടെ മേലെ ഒരു സീസണിങ് ഡസ്റ്റാണത്. ഇത് നോർമൽ പോപ്കോൺ ആണോ ചീസി പോപ്കോൺ ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇത് വെജ് മൊമോ ആണ്. അകത്ത് ക്യാബേജും ഓണിയനും ക്യാരറ്റും ഒക്കെ തന്നെയാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് നൈസ്, ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ മൊമോ. ഇനി നമുക്ക് ബാർബിക്യൂ സ്മോക്കി മൊമോ കഴിക്കാം. ഇതിൻ്റെ താഴെ ഒരു സ്വീറ്റ് കോൺ താഴേക്ക് വീണു. ഇത് കഴിച്ച് നോക്കാം. മൊമോസിൻ്റെ അകത്തുള്ള സ്റ്റഫിങ്ങിൽ ജിഞ്ചറിൻ്റെ ഫ്ലേവറാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. വേറെ മസാലയും ഒന്നും ഇട്ടിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ക്ലീൻ ഫ്ലേവേഴ്സാണ്. അതുകൊണ്ട് തന്നെ മൊമോയിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ബാർബിക്യൂ സോസ് വാസ് ഗുഡ്. ഇത് ഹോം മെയ്ഡ് സോസ് ആണോ അതോ ബോട്ടിൽ സോസ് ആണോ എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഒരു സ്വീറ്റ് ആൻഡ് ടാങ്കി ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇനി ഫൈനലി റൈറ്റ് സൈഡിലുള്ളത് ഇത് പോപ്കോൺ ആണോ ചീസി പോപ്കോൺ ആണോ എന്നറിയില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് ചീസി പോപ്കോൺ. എന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് ഈ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. എനിക്ക് ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. ഞാൻ ആദ്യം കഴിച്ചതും ഇപ്പോൾ ലാസ്റ്റ് കഴിച്ചതും അത് ഈ മെനുവിൽ എന്താണ് അതിൻ്റെ നെയിം എന്നുള്ളത്. കാരണം ഫസ്റ്റ് കഴിച്ചതിന് ചെറിയൊരു സ്പൈസി ടേസ്റ്റ് ആയിരുന്നു. സെക്കൻഡ് കഴിച്ചതിനും എഗെയിൻ ആ ഒരു സെയിം ടേസ്റ്റ് പ്രൊഫൈൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഐ തിങ്ക് അതായിരിക്കണം ചീസി പോപ്കോൺ. ആ ഒരു ചീസ് ഡസ്റ്റിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടി. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. നല്ല രസമുണ്ട് കഴിക്കാനത്. ഇനി നമുക്ക് ഈ ഒരു തായ് ഹണി ചില്ലി മൊമോയിലേക്ക് കടക്കാം. ഇതെല്ലാം ഫ്രൈഡ് മൊമോ ആണ്. ഈ ഒരു ഫ്രൈഡ് മൊമോ ആയതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ നല്ല ക്രിസ്പിയാണ്. ആ ഒരു സോസിൽ കോട്ട് ചെയ്തിട്ടും അത് ഒട്ടും സോഗി ആയിട്ടില്ല. ഇത്രയും കഴിച്ചാൽ ഇപ്പോൾ എന്താ ഈ ഒരു തായ് ഹണി ചില്ലി മൊമോയാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഇതിൻ്റെ ആ ഒരു കോട്ടിങ് ഇസ് പെർഫെക്റ്റ്. ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു ആസിഡിറ്റിയും ചില്ലിയുടെ ഫ്ലേവറും ഗാർലിക്കിൻ്റെ ഫ്ലേവറും എല്ലാം കൊണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് മൊമോ. പാലക്കാട് ഒരുപാട് മൊമോ ഞാൻ കഴിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഫ്ലേവറിൽ ഈ ഒരു ടെക്സ്ചർ ദിസ് മൊമോ ഇസ് റിയലി ഗുഡ്. അടിപൊളി സാധനം. ഇനി എഗെയിൻ ഇത് രണ്ടും വളരെ ഐഡൻറ്റിക്കലായിട്ടുണ്ട്. ഇതിലൊരെണ്ണം ശ്രീരാച്ചയും ഒരെണ്ണം ഷെഷ്വാനും ആവാനാണ് സാധ്യതയുള്ളത്. ഓർ ഇതിലേതെങ്കിലും ഒരെണ്ണം പെരിപ്പെരി ആവാം. ഐ എം സോ കൺഫ്യൂസ്ഡ്. ഇത് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. നമുക്ക് ഇത് തന്നെ എടുക്കാം. ഇതിന് കുറച്ച് ഗ്ലേസിംഗ് ഉണ്ട്. ആ ഒരു സോസ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സോസാണ്. എന്ന് കഴിച്ച് നോക്കാം. കറക്റ്റായിരുന്നു എൻ്റെ ഗസ്. അത് ഷെഷ്വാൻ മൊമോ തന്നെയായിരുന്നു. എഗെയിൻ ആ ഒരു ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും റെഡ് ചില്ലിയുടെയും ഫ്ലേവർ കുറച്ച് സ്ട്രോങ് ആണ്. അത്യാവശ്യം സ്പൈസിയാണ്. ഷെഷ്വാൻ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ തന്നെയാണ് ഇതിൽ കിട്ടിയത്. ഫൈനലി ശ്രീരാച്ച മൊമോ. ശ്രീരാച്ചയും എഗെയിൻ ഒരു ചില്ലി ബേസ്ഡ് ഹോട്ട് സോസാണ്. നമുക്ക് എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കാം. ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ആ ശ്രീരാച്ച മൊമോയുടെ സോസ് അടിപൊളി, ഒരു രക്ഷയില്ല. കിഡിലൻ സോസാണിത്. എനിക്കിതിൻ്റെ സോസ് ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ വല്ല ഫ്രഞ്ച് ഫ്രൈസിലോ സാൻഡ്വിച്ചസിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡ്സ് വന്നത് ഇത് മയോണൈസും ഇത് ഐ തിങ്ക് ഷെഷ്വാൻ ചട്നി തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ മൊമോസ് ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മെനുവിൽ നിന്ന് നമുക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊന്ന് തിങ്ക് ചെയ്യാം.
ക്ലബ് സാൻഡ്വിച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഷെഫ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അരവി, പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രൗണി ബൗളാണ്. സ്പെഷ്യൽ ബ്രൗണി ബൗൾ ഇത് ഇവരുടെ സിഗ്നേച്ചർ ഡെസേർട്ടാണ്. ഇതിനകത്ത് വരുന്നത് ഒരു ബ്രൗണി സ്ലാബ്, പിന്നെ ബ്രൗണിയുടെ പീസസ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, പിസ്താഷ്യോ, ആൽമണ്ട്സ് എല്ലാം കൂടെ വന്നിട്ട് വരുന്നതാണ്. ഈ ബൗൾ ലുക്സ് വെരി ഗുഡ്. ഇത് മെനുവിലില്ല, ഇത് ഓഫ് ദ മെനു ആണ്. നിങ്ങളിവിടെ വന്നിട്ട് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ ബ്രൗണി ബൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടും. എന്തായാലും ഞാൻ ഇത് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചോക്ലേറ്റ് ഓവർലോഡ്, ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ബട്ട് ദിസ് ഇസ് ഇൻക്രെഡിബിൾ. കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് ഇത് ബ്രൗണി നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ്. ഒരു തിക്ക് ക്രസ്റ്റ് ഉണ്ട്, അകത്ത് ഭയങ്കര ഫഡ്ജിയാണ്. ഒരു രക്ഷയില്ല, കിട്ടില്ല സാധനം. നിങ്ങൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ദിസ് ഈസ് വാട്ട് യു നീഡ്. ഇത് ഇത്രയൊക്കെ ചോക്ലേറ്റ് ഉണ്ട്, ഇത്രയൊക്കെ ബ്രൗണി ഉണ്ടെന്നെങ്കിലും ഇത് ഓവർലി സ്വീറ്റ്, നമുക്ക് മടുക്കില്ല, കുറേ നേരം കഴിച്ചുകൊണ്ടിരിക്കാം. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ദിസ് ഇസ് ഇതിന് ഐസ്ക്രീം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഐസ്ക്രീം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു ഡെക്കഡൻസിനെ ഒന്ന് കട്ട് ചെയ്ത് പോകാൻ. ബട്ട് ദിസ് ഇസ് ഇൻക്രെഡിബിൾ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇത്തിരി സെൽഫ് കൺട്രോൾ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ ബ്രൗണി ബോൾ കഴിക്കുന്നത് ഇപ്പോൾ നിർത്തുകയാണ്. ഞാനത് പാഴ്സൽ എടുക്കാൻ പോവാം, കാരണം എൻ്റെ ക്ലബ് സാൻഡ്വിച്ച് വരുന്നുണ്ട്. സോ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഞാൻ കഴിച്ച് തീർക്കാതിരുന്നേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വയറ് നിറഞ്ഞു പോവും. സോ ഞാൻ ഈ ഒരു സിഗ്നേച്ചർ ബ്രൗണി ബൗൾ പാഴ്സൽ പറയാൻ പോവാണ്. നമ്മൾ ഓർഡർ ചെയ്ത പനീർ ക്ലബ് സാൻഡ്വിച്ച് വന്നു. കുറച്ച് മയണൈസും കെച്ചപ്പുണ്ട്, ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പനീർ കാണുന്നുണ്ട്, ചീസ് കാണുന്നുണ്ട്, വെജീസ് ഉണ്ട്, ടൊമാറ്റോ, പർപ്പിൾ ക്യാബേജ്, ക്യാപ്സിക്കം, ഓണിയനൊക്കെയാണ്. എന്തായാലും നമുക്ക് ഒരെണ്ണം എടുത്ത് ഒരു ബൈറ്റ് എടുക്കാം. ഇത് മിൽമ പ്രമസ് കഫേ ആയതുകൊണ്ട് തന്നെ ഇതിന് യൂസ് ചെയ്യുന്ന പനീറും ചീസും എല്ലാം മിൽമയുടെയാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ യാതൊരു പേടിയും വേണ്ട. എപ്പോഴും ഉള്ളതുപോലെ തന്നെ ക്ലബ് സാൻഡ്വിച്ചിൽ 3 ലെയർ ബ്രെഡുണ്ട്. ഫസ്റ്റ് ലെയറിൽ വെജിറ്റബിൾസാണ്, ലെറ്റ്യൂസ്, ക്യാപ്സിക്കം, ഓണിയൻ, ക്യാബേജ്. സെക്കൻഡ് ലെയറിലാണ് മയണൈസും ടോസ്റ്റഡ് പനീറും ചീസും വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു 3 ലെയർ ഈ ഒരു ക്ലബ് സാൻഡ്വിച്ചിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. മൊമോ കോംബോ ട്രൈ ചെയ്തു, ക്ലബ് സാൻഡ്വിച്ച് ട്രൈ ചെയ്തു, ഇവരുടെ സിഗ്നേച്ചർ ബ്രൗണി ബൗൾ ട്രൈ ചെയ്തു. സോ അവസാനമായിട്ട് ഞാൻ ഇവരുടെ ഒരു ലാവൻഡർ മൊഹിറ്റോ, ലാവൻഡർ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയതുകൊണ്ടാണ് ഞാൻ ലാവൻഡർ ഓർഡർ ചെയ്തത്. ഇവരുടെ മെനുവിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു വെജിറ്റേറിയൻ മെനു ആണ്. അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചല്ലോ, കാരണം വെജ് മൊമോ, പനീർ മൊമോ, മഷ്റൂം മൊമോ. ഇവിടെ ചിക്കൻ മൊമോ ഇപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എന്താ പറയുക, അത് വേണ്ടവർക്ക് വന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം വെജിറ്റേറിയൻ തന്നെയാണ്. ഇതൊരു 100% വെജിറ്റേറിയൻ ഷോപ്പ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ ലാവൻഡർ മൊഹിറ്റോ ഒന്ന് ട്രൈ ചെയ്യാം. ഐ എം വെരി എക്സൈറ്റഡ്. എനിക്ക് ലാവൻഡർ ഫ്ലേവർ, എനിക്ക് പൊതുവേ ഫ്ലോറൽ ഫ്ലേവേഴ്സ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ലാവൻഡർ ഓർഡർ ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടിച്ച് നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്ക് ട്രൈ ചെയ്തത് ബ്ലൂ ഓഷ്യൻ ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഇതൊരു ഓവർലി സ്വീറ്റ് ആയിട്ടുള്ള മൊഹിറ്റോസ് അല്ല ഇവിടെ ഉള്ളത്. എല്ലാം ജസ്റ്റ് നമ്മുടെ പാലറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന രീതിയിൽ. കാരണം ഇവിടെയുള്ള സ്വീറ്റ്സ് എല്ലാം കഴിച്ച് നമുക്ക് വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്വീറ്റ് ഓവർലോഡ് ആവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവിടെ നിന്നൊരു മൊഹിറ്റോ വാങ്ങിക്കുക, ഒരു സിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലെമണിൻ്റെ ആസിഡിറ്റിയും വിൻഡിൻ്റെ ഫ്രഷ്നസും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ അത്രയും മധുരം കഴിച്ചതായിട്ടുള്ള ആ ഒരു ഹെവി ഫീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് കളയും. വിൽ ബി റെഡി ടു ടേക്ക് അനദർ ബൈറ്റ്. ദിസ് ഈസ് എ ഗ്രേറ്റ് മൊഹിറ്റോ. ലാവൻഡറിൻ്റെ വളരെ സപ്പിളായിട്ടുള്ളൊരു ഫ്ലോറൽ ടേസ്റ്റും ലെമൺ മിൻറ്റ്, സൂപ്പർ ഗുഡ്. ഞാൻ ഇത്രയും കഴിച്ച ഫുഡിൻ്റെ ആ ഒരു ഹെവി ഫീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസപ്പിയർ ആയി. മൊഹിറ്റോ കുടിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ മെനു വെറുതെ റാൻഡമിൽ നോക്കിയപ്പോഴാണ് ഈ ഒരു ടൊറാഡോ എന്ന് പറയുന്നൊരു സാധനം എൻ്റെ കണ്ണിൽ കണ്ടത്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് വാനില സ്പഞ്ചിൽ 2 ടൈപ്പ് ഓഫ് മിൽക്കൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക ഡെസേർട്ടാണ്.
അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും കഴിച്ചു എന്നാൽ അതുകൂടെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കേസർ ബദാം ടൊറാഡോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൂടെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ഇന്ന് ഫുഡ് അത്യാവശ്യം കൂടുതലാണ്. പക്ഷേ ബ്രൗണി ബോൾ കൂടി മുഴുവൻ കഴിച്ചിരുന്നെങ്കിൽ എനിക്കിത് ട്രൈ ചെയ്യാൻ പറ്റാതായേനെ, ഞാൻ ഉറങ്ങിപ്പോയേനെ. എന്തായാലും നമുക്ക് ഈ ഒരു കേസർ ബദാം ടൊറാഡോ വരുന്നത് വരെ ഈ ഒരു ലാവൻഡർ മൊഹിറ്റോ കുടിച്ച് ഇവിടെ ഇരിക്കാം. കേസർ ബദാം ടൊറാഡോ വന്നു. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം, നമ്മൾ ലാസ്റ്റ് ടൈം കഴിച്ച പാൻ കേക്കിലുണ്ടായിരുന്ന പിസ്താഷ്യോ സോസ്, ചോക്ലേറ്റ് ചിപ്സ്, വിപ്പിംഗ് ക്രീം, നട്ട്സ്, പിസ്താഷ്യോ, ഇത്ര സാധനമാണുള്ളത്. നമുക്ക് താഴേക്ക് നല്ല ഡീപ്പായിട്ട് പോയി എല്ലാ ലേയേഴ്സും കൂടി ഉള്ള ഒരു സ്പൂൺ എടുക്കാം. ഇത് കുറച്ച് വലുതായിപ്പോയി. ഇതിൻ്റെ താഴത്തെ ലെയർ ബ്രെഡാണെന്നാണ് പറഞ്ഞത്. ബ്രെഡ് വന്നിട്ട് മിൽക്കിൽ സോക്ക് ചെയ്തതാണ്. ഐ തിങ്ക് കേസർ ബദാം മിൽക്കിൽ തന്നെ ആയിരിക്കും. ഇത്രയും വലിയൊരു ബൈറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കിത് കുറച്ചുകൂടി ചെറുതാക്കിയിട്ടൊരു ബൈറ്റ് എടുക്കാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രെഡാണെന്ന് ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇതിനിടയിൽ അത്രയും ക്രീമും ആ ഒരു വളരെ ലൈറ്റ്ലി സ്വീറ്റഡ് ആയിട്ടുള്ള മിൽക്കും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതുകൊണ്ട് ആ ബ്രെഡ് സത്യം പറഞ്ഞാൽ എസെൻഷ്യലി ഒരു വാനില സ്പഞ്ച് കേക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഡെസേർട്ട് എത്ര അടിപൊളിയാണ്, അല്ലെങ്കിൽ എനിക്കിത് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ ബൗൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. കാരണം ഞാൻ ജസ്റ്റ് എനിക്കിഷ്ടമുള്ള നെറ്റ്ഫ്ലിക്സിൽ ഒരു ഷോയും സൈഡിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടിട്ട് ഈ ഒരു ചെറിയൊരു ഫോർക്കും കൊണ്ട് ഈ ഒരു ഡെസേർട്ട് ഇങ്ങനെ സ്ലോലി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ ഞാൻ വീഡിയോ എടുക്കാമെന്നാണ്, വീഡിയോയിൽ പറയണമല്ലോ എന്ന്. അതും ഇത്രയും കാര്യങ്ങൾ, അതായത് അസോർട്ടഡ് മൊമോ, ആ ഒരു മൊഹിറ്റോ, പിന്നെ ക്ലബ് സാൻഡ്വിച്ച്, സിഗ്നേച്ചർ ബ്രൗണി ബോൾ, ഇത്രയും കഴിച്ചിട്ടാണ് ഞാൻ ഈ ഡെസേർട്ട് ഇത്രയും ഫിനിഷ് ചെയ്തത്. കാരണം ഇതും വളരെ എൻജോയബിളാണ്. ഇത്രയൊക്കെ സാധനങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും ഇതിപ്പോഴും ഒട്ടും സ്വീറ്റ് അല്ല. കാരണം ആ ഒരു ഓവർ ബെയറിംഗിൽ സ്വീറ്റ് അല്ല. എനിക്കെപ്പോഴും വളരെ ലൈറ്റായിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. ഇത് എൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ഉണ്ടാക്കിയതുകൊണ്ട്. യൂഷ്വലി എനിക്ക് ട്രസ്ലെച്ചസ് കേക്ക് കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്വീറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഇതൊരു ട്രസ്ലെച്ചസ് കേക്കിൻ്റെ ഒരു വേർഷൻ ആണെങ്കിലും ദിസ് ഈസ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ്. ഇതിൻ്റെ വിപ്പിംഗ് ക്രീം തൊട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മിൽക്ക് വരെ പെർഫെക്റ്റാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തിൽ കൂടുതലാവാറായി. വളരെ റെയറായിട്ട് മാത്രമാണ് ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പുറത്ത് വരുന്നത്. മിൽമ പ്രൈമസ് കഫേയിൽ ഞാൻ വന്ന 2 തവണയും എനിക്ക് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് സർവീസ് വൈസ് ആയാലും ശരി, ഫുഡ് വൈസ് ആയാലും ശരി. പാലക്കാട് ഒരു കഫേയിലും കിട്ടാത്ത വളരെ യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റി ഡെസേർട്സ് വളരെ അഫോർഡബിൾ പ്രൈസസിൽ സെർവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ USP. 85 രൂപ മുതൽ 250 രൂപ വരെയാണ് ഇവരുടെ എല്ലാ ഡെസേർട്സിന്റെയും പ്രൈസിംഗ് വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.